ഈ വീട് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജുബായുടെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ഈ ക്ലയന്റ് എവിടെ നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത ക്ലയന്റ്. യെസ്, നോക്കിയേ, കാശ്മീരിൽ പോലെ അതിമനോഹരമായിട്ട് വീടാണ്. നോക്കി, എന്തോ ഭംഗി, എന്തോ സൗന്ദര്യം. തൃശ്ശൂരിനടുത്ത് മനക്കൊടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലൊരു വീട് ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. ഇത്ര മനോഹരമായിട്ട് വീടിൻ്റെ അകം ഒന്ന് കാണണ്ടേ? നമുക്ക് വീടിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. യെസ്, നോക്കൂ ഇതിൻ്റെ മനോഹരത. ഉഗ്ര വർക്ക്, നോക്കിയേ, ഉഗ്ര വർക്ക്, ഫാമിലി സെറ്റപ്പ് ഡിസൈൻ ഉഗ്രാണ്. ഫുൾ ലെങ്ത് യു ഷേപ്പ് സോഫ സെറ്റ്, അടിപൊളി സോഫ സെറ്റ്. പ്രകൃതിയുടെ പുറത്തുള്ള ഭംഗിയേക്കാളും അതിമനോഹരമായിട്ട് വീടിൻ്റെ അകത്ത് ഭംഗി വരുത്തിയിരിക്കുന്ന ഒരു വീടാണ്. ഈ മനോഹരമായിട്ട് വീട് നിർമ്മിച്ച ആളെ പരിചയപ്പെടണ്ടേ? ഇതാണ് സുജീഷ്. നമസ്കാരം. ഈ സുജീഷിന് അതിമനോഹരം, ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ, സെലക്ഷൻ എല്ലാം ഓൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന മഹാസംഭവമായിട്ടുള്ള ആളാണ് സുജീഷ്. ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് കാലങ്ങൾ മുമ്പ് നമ്മള് സുരഭി ഇന്നോവേഷന്റെ ഷാജുബായ് എനിക്കൊരു വീഡിയോ, നമ്മൾ ചെയ്തൊരു വീടിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഏറ്റവും നല്ല രീതിയിൽ റീച്ചായിരുന്നു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്ലയന്റ് കോൾ ചെയ്ത് സുജേഷ് എനിക്ക് വീട് പണിയണം. ഈ വീട് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജുബായുടെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ഈ ക്ലയന്റ് എവിടെ നമുക്കൊരു പരിചയം പോലും ഇല്ലാത്ത ക്ലയന്റ് ഫോൺ കോളില് പ്രൊജക്ട് മൊത്തമായിട്ട് നമുക്ക് തരണമെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് കണ്ടിട്ടായിരിക്കും തരേണ്ടത്. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ഏറ്റവും നന്നായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതില് ഷാജുബായുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, പല ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസിൽ കാണാറുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് വീട് അതിമനോഹരമാക്കുക എന്നുള്ള ഓപ്ഷനാണ് ഇത് ചെയ്യാൻ പറ്റും. യെസ്, നോക്കൂ, ഫാമിലി ലിവിങ് റൂംസ് നോക്കിയേ, എന്തോ 20 ഫീറ്റാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. 20 ഫീറ്റ് നോക്കി, അതിൻ്റെ ഭംഗി നോക്കി, എന്തോ രസകരമായിട്ട് വർക്ക്, അതുമൊക്കെ ഉള്ള അടിപൊളി മൈക്ക വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വർക്കാണ്. നോക്കി, പൂജ റൂം ഒറിജിനലാണ്, ഒറിജിനൽ. എന്തോ അതിൻ്റെ ചൈതന്യം, ഊഫ്, എന്താ ഫീലിംഗ്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്ര ഭംഗിയാണ്. ഗ്ലാസ് വിത്ത് അലുമിനിയം ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് കേട്ടോ. എല്ലാവരും ചെയ്യേണ്ട സംഭവം ഇതാണ്, ഗ്ലാസ് വിത്ത് അലുമിനിയം. ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇപ്പോൾ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വിത്ത്. നോക്കൂ, ഇതാണ് ഇപ്പോൾ എല്ലാവരും വീടുകളിൽ കൊടുക്കുന്ന മെയിൻ ട്രെൻഡ് പ്രൊഡക്റ്റ്. ഈ കിച്ചണിന് പ്രത്യേകത, പ്യുവർ ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് വിത്ത് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. അടിപൊളി ഫീലിംഗ് ആണ്. 45 അടിക്കണം നിർബന്ധം പറയണു. ഇത് ജോയിൻറ്റ് കാണിക്കില്ല, 45 അടിക്കുമ്പോൾ ജോയിൻറ്റ് കാണിക്കില്ല, പ്ലസ് അഴുക്കിരിക്കില്ല. ഇത് 1 ഇഞ്ച് ഇങ്ങോട്ട് ചാടിച്ചിടണം, വെള്ളം ഒലിച്ച് നേരെ താഴേക്ക് പോകണം, കബോർഡിലേക്ക് പോരുത്. കണ്ടോ, നമുക്ക് മിക്സിയൊക്കെ ആവശ്യം കഴിഞ്ഞൊക്കെ അകത്തേറ്റ് വയ്ക്കുന്ന റോളർ ഷട്ട് എന്ന് പറഞ്ഞ പുതിയൊരു മെത്തേഡാണ്. ഓക്കെ, ഇതെല്ലാവരും വീട്ടിലേക്ക് മാറേണ്ടത്. നല്ല പ്രൊഡക്റ്റ്. നോക്കി, നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാനും കാര്യങ്ങൾ, സ്ഥലം ഡോറ് തുറക്കാൻ പറ്റാത്തടത്തൊക്കെ നമ്മൾ ഷട്ടറാക്കണം. ഡോറ് ഇങ്ങോട്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ളിടത്തൊക്കെ നിങ്ങൾ ഷട്ടറാക്കണം. കണ്ട, കിച്ചണിൽ എന്താ സ്റ്റൈൽ കാണാൻ. യെസ്, നോക്ക്, ഇവരാ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് നോക്കിയേ. നമുക്ക് ഈ ലൈറ്റ് ഒന്നും നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല. നിങ്ങൾ ആദ്യം എല്ലാവരും പൈസയുടെ പിന്നാലെ അല്ല നിങ്ങൾ ലൈറ്റ് വാങ്ങിക്കാൻ പോകേണ്ടത്. ലൈറ്റ് അതിൻ്റെ അകത്തുള്ള LED മിനിമം 1 ഇഞ്ചെങ്കിലും അകത്തേക്ക് കയറിയിരിക്കണം. 1 ഇഞ്ച്, ആ 1 ഇഞ്ച് അകത്തേക്ക് കയറാണെങ്കിൽ നമ്മൾ നേരെ വന്ന് നോക്കിയാൽ മാത്രം മുകളിലേക്ക്, അല്ലെങ്കിൽ ലൈറ്റ് അടിക്കില്ല. അങ്ങനത്തെ ലൈറ്റുകളാണ് വാങ്ങിക്കണത്. എല്ലാം കണ്ട ഒരു ഡിസ്റ്റൻസ് ചെന്നിട്ട് നമ്മൾ ഒരിക്കലും ലൈറ്റ് മുഖത്തടിക്കാതെ ഇരിക്കണമെങ്കിൽ 1 ഇഞ്ച് LED അകത്തിരിക്കുന്ന ലൈറ്റ് ആയിരിക്കണം നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നഷ്ടമാണ്. മുഖത്ത് ലൈറ്റ് അടിച്ച് നമുക്ക് ഭയങ്കര അസ്വസ്ഥമായിരിക്കും. ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുത്. ഇതാണ് ബെഡ്റൂം, ഈ വീടിൻ്റെ മെയിൻ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഫ്ലോർ ഗ്ലോസി ടൈലിൽ വിരിച്ചിരിക്കുന്നത് ജോൺസൻ്റെ ആണ്, അടിപൊളി ഫിനിഷിംഗ് ആണ്. ഇതിൽ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാം. 2 വിൻഡോ ഉണ്ട്. കണ്ടാ, ഒരു വിൻഡോയും ഒരു വിൻഡോ. എയർ കടന്നു വന്നാൽ എയർ ഈസിയായിട്ട് പുറത്തേക്ക് പോകണം. അതാണ് വാസ്തുശാസ്ത്രമായിട്ട് കൃത്യമായിട്ട് പോളിസിയിലാണ് ഇവർ വീട് നിർമ്മിക്കുന്നത്. ഒരു എയർ കടന്നു വന്നാൽ അടുത്ത എയർ പുറത്തേക്ക് പോകണം. അത് നമ്മളെപ്പോഴും വന്നാലാണ് നമുക്ക് നല്ല ഒരു ഉറക്കമൊക്കെ കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തതിന് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ അടിയിൽ കണ്ട ഡെപ്ത് ഉണ്ട്. ക്ലീനിങ് എല്ലാം മുട്ടിച്ച് ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അവിടെ പഴുതാര, അങ്ങനെ നിന്ന് ഉറുമ്പിൻ്റെ കൂട്, പ്രശ്നങ്ങൾ 100ആണ്. അതുകൊണ്ടൊക്കെ പൊക്കിയിട്ടാണ് പണിതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. നോക്കി, കബോർഡ്സ് ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഫിനിഷിങ് നോക്കി. ഇത് ബാംബു ചാർക്കോൾ, എല്ലാം ബാംബു ചാർക്കോൾ ഫിനിഷിങ്. കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൽ
നിൻ